റിച്ചാർഡെ, വണ്ടി നിർത്തിക്കാൻ നീ സൈഡിലേക്ക് ഒതുക്കുക. എന്നതാടാ പന്നി, ശരിക്കും നിൻ്റെ പ്രശ്നം എന്തുവാ? നീ ഡോർ തുറന്ന് ഇങ്ങോട്ട് ഈ പാതിരാത്രി ഇവിടെ വഴിയിലിറങ്ങാനാണോ? എന്നതാണെന്ന് നിനക്കറിയത്തില്ലല്ലേ? എൻ്റെ മിന്നുകെട്ട് കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടേ ഉള്ളൂ. നീ മാതിരി ഓട്ടമാണെങ്കിൽ നിൻ്റെ പെങ്ങൾ വിധവയാവും, നമ്മൾ 2 പേരും തീരും. എന്തായാലും നമുക്കിട്ട് പണി നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു പണി കൊടുത്തിട്ട് വരുമല്ലേ? അതെ, അവൻ്റെ 8ൻ്റെ പണി ഞാൻ അവനിട്ട് കൊടുത്തേക്കുന്നത്. ഇനി എന്നെ ചതിക്കാൻ വേണ്ടി അവൻ കൈ പൊക്കത്തില്ല. നിനക്കിപ്പോൾ എന്നെ വേണം, ഡ്രൈവ് ചെയ്യണമായിരിക്കും അല്ലേ? നടക്കട്ടെ, കയറ്. ഇച്ചായനാണെങ്കിൽ അവനെ പേടിപ്പിച്ചിട്ട് വരാനാണ് പറഞ്ഞത്, അല്ലാതെ അവൻ്റെ കൈ വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞില്ല. ഇനി ഇതറിയുമ്പോൾ ഇനി എന്താവുക എന്തോ. എന്തായാലും വേഗം തന്നെ വീട്ടിലെത്തിയാൽ മതി. എൻ്റെ മാതാവേ, ഇച്ചായനിന്ന് നേരത്തെ വന്ന ഇന്ന് നേടെ കാര്യം കട്ടപ്പോക്ക. അവൾ കയറി ഇടിക്കാൻ കണ്ടത്. ഐ എം സോറി റിച്ചാർഡ്, എൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കുക. എനിക്ക് സൗകര്യമില്ലെങ്കിലോ നേഹ അയ്യരെ. എന്താടി തുറച്ചു നോക്കുന്നു? അയ്യർ ഫാമിലിയിൽ നിനക്ക് എന്താ ഈ മഹൽ വീട്ടിയ കാര്യം? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ നീ കാല് കുത്തിയേക്കരുതെന്ന്. എനിക്കത് ഇഷ്ടമല്ലെന്ന്. നിൻ്റെ മുഖത്ത് 2 ഉണ്ട കണ്ണുണ്ടല്ലോ, അതെന്നതിന് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാ? അതോ നിൻ്റെ അപ്പനാണോ പറഞ്ഞു വിട്ടത് ആണുങ്ങളുടെ ദേഹത്ത് കയറാൻ? ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും അങ്ങനത്തെ സംസ്കാരമില്ല. ഇത്തരം വില കുറച്ച് സംസാരിക്കുന്ന നിൻ്റെ വീട്ടുകാർക്ക് ആ സംസ്കാരമുള്ളത്. എന്താടി പുല്ലേ നീ പറഞ്ഞത്? നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ഞാൻ എൻ്റെ പെങ്ങന്മാരെ കണ്ട ആണുങ്ങളുടെ അടുത്തേക്ക് വിടുന്നുണ്ടെന്നല്ലേ? അത് നിൻ്റെ വീട്ടിലുള്ളവരുടെ സംസ്കാരമാണ്. നീ ഒരക്ഷരം എൻ്റെ വീട്ടിലുള്ളവരെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പൊക്കോ വിടുന്നു. ഇച്ചായ, എന്തൊക്കെ അവളോട് പറയുന്നത്? മതി, ഞാൻ അവളിട്ട് ഇങ്ങോട്ട് ഓടിച്ചത്. അന്നേരം അവൾ അറിയാണ്ട് തട്ടിയതാ. റിയ, നീ എന്തിനാ അതിന് വിഷമിക്കുന്നത്? എനിക്കിവിടെ കാണുന്നതേ ഇഷ്ടമല്ല. നിൻ്റെ കൂട്ടുകാരനെ ഇവിടെ കൊണ്ടുവരരുത്. നീ എവിടെ ഉണ്ടായിരുന്നോ? എന്താ ഹാളിലെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്? ജോണി ചായ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് അയ്യർ ഫാമിലിയിൽ ആരും ഇവിടെ വരുന്ന എനിക്ക് ഇഷ്ടമില്ല, പ്രത്യേകിച്ച് എനിക്ക് ഇവള്. റിച്ചാർഡ്, നിനക്ക് അയ്യർ ഫാമിലിയിലെ ആരെ ഇഷ്ടമില്ലെന്ന് പറയുമ്പോൾ അതിൽ ഞാനും പെടത്തില്ലേ? എന്നോടും ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണോ നീ പറയുന്നത്? അയ്യോ ഏട്ടത്തി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഐ എം സോറി. ഓക്കെ, അപ്പോൾ ഇനി ഈ മാറ്ററിനെ പറ്റി ഇനി സംസാരം വേണ്ട. നേഹ, ഇവൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. റിച്ചാർഡ്, നീ വന്നോ? താഴത്ത് നിൻ്റെ ഡ്രാമ കഴിഞ്ഞാടാ? അവിടുത്തെ സീൻ കഴിഞ്ഞു. ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, അവളെ കാണുന്നതേ എനിക്ക് കലിയ. എടാ പതുക്കെ കുടിക്കടവേ. ഓ, അപ്പം നിനക്ക് അവളെ കാണുമ്പോൾ കലിയാണല്ലേ? അപ്പോൾ അവളെ നീ പിടിച്ച പിടുത്തം കണ്ടിട്ട് എനിക്ക് വേറെ എന്തൊക്കെയാണ് തോന്നുന്നത്. ഇച്ചായ, അങ്ങനെയൊന്നുമില്ല. ഈ അയ്യരുടെ പെൺമക്കളെയൊക്കെ കാണാൻ നല്ല സുന്ദരിമാരല്ലേ ഇച്ചായ? ഈ ചായനും എതിരഭിപ്രായമൊന്നും ഇല്ലായിരിക്കുമല്ലോ അല്ലേ? 2 എണ്ണങ്ങളോടും താഴേക്ക് കഴിക്കാൻ വരാൻ നിശ്ചയം പറഞ്ഞ് വിളിച്ച്. ബാ, ഇറങ്ങി വാടാ. നിതേച്ചി, ഇന്നിവിടെ നടന്ന സംഭവങ്ങളൊന്നും നമ്മുടെ റീച്ചിൽ അറിയണ്ട കേട്ടോ. പിന്നെ അത് മതി. റീച്ചിൽ എന്തായാലും ക്യാമ്പ് കഴിഞ്ഞ് വരട്ടെ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിൻ്റെ ഇച്ഛായനിട്ട് 2 അടിയുടെ കുറവുണ്ട്. ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ? നേഹ, നീ ഇരുന്ന് മര്യാദയ്ക്ക് കഴിക്കുക. ഹോസ്റ്റലിൽ കള്ളം പറഞ്ഞിങ്ങോട്ട് വന്നതല്ലേ? അതങ്ങനെ വീട്ടിലറിഞ്ഞാലാ കൊല്ലുന്നതിനെ അവർ. അയ്യോ, നകുലേട്ടൻ്റെ ഫോണാ, പ്ലീസ് ആരും മിണ്ടല്ലേ. ഹലോ നകുലേട്ടാ, ഞാനാണെങ്കിൽ ഹോസ്റ്റലിലുണ്ട്. ഞാൻ നിൻ്റെ ഹോസ്റ്റലിൽ പോയായിരുന്നു. ആ തന്തില്ലാത്തവന്മാരുടെ കൂടെ നീ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ വീടിൻ്റെ വെളിയിലുണ്ട്. ഇറങ്ങി വാടി നീ.
സോറി, നഗരേട്ടൻ പുറത്ത് നിൽപ്പണ്ട്, ഞാൻ പോവാം. അങ്ങനെ നീ ഇപ്പോൾ പോകുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്. അതുകൊണ്ട് നീ ആ ഭക്ഷണം മൊത്തം കഴിഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റാൽ മതി കേട്ടോ. എന്നിട്ട് നീ അവരുടെ കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണല്ലേടി നിൻ്റെ ഹോസ്റ്റല്? നിന്നെ ഉണ്ടല്ലോ. വണ്ടി കയറടി. ഞാൻ ഈ ഡീല് കിട്ടിയെന്ന് ഓർത്തതോ, അതങ്ങനെ കയ്യിൽ വന്നിട്ടത് പോയല്ലോ. ആ മഹൽ ഫാമിലിയിലുള്ള എല്ലാത്തിനും അങ്ങ് തീർത്താലോ. എല്ലാവർക്കും ചായ. നിത്യ, അതാ ടേബിളിലേക്ക് വെച്ചിട്ട് നീ അകത്ത് പൊക്കോ. അയ്യർ സാറ് വിഷമിക്കാതെ, അടുത്ത പ്രാവശ്യം അടിയിൽ നമുക്ക് തന്നെയാണ്. ഈ പ്രാവശ്യം പാളിപ്പോയെന്ന് കരുതി നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ബെറ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കാം കേട്ടോ അയ്യർ സാറേ. എൻ്റെ കൈ വീട് നകുലേട്ട, എനിക്ക് വേദനിക്കുന്നു. വീട് നകുൽ, നീ ഇതെന്ത് കാണിക്കുന്നത്? നേഹയുടെ കൈവിട്. കൊച്ചേട്ടൻ ഈ കാര്യത്തിൽ മിണ്ടണ്ട. കൊച്ചേട്ടൻ്റെ പുന്നാര പെങ്ങളെന്നെ കാണിച്ചു കൂട്ടിയതെന്ന് ചോദിച്ചേ. ഈ 2 ദിവസം അവധി ആയതുകൊണ്ട് അവളും മഹൽ മനുഷ്യന് പോയേക്കുമായിരുന്നു. അത് നിതേഷിയുടെ കൂടെ. നേഹ, നീ ആ ചെറ്റകളുടെ വീട്ടിൽ പോയോ? എത്ര ധൈര്യം ഉണ്ട് ഏട്ടാ നീ അത് ചെയ്തത്. എടാ നിതിൻ, നാളെ ഇവളുടെ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യണം. ഇനി ഇവള് ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. കയറിപ്പോടി നേഹ അകത്തേക്ക്. ഞാൻ കേട്ടു താഴെ അവർ പറഞ്ഞത്. അച്ഛന് ഇഷ്ടമില്ലെന്നറിയാലോ മോളെ, പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോയത്? സാരില്ല നേഹ, എൻ്റെ മോള് കരയണ്ട. ഈ ചേച്ചിയുടെ അവസ്ഥ ഒരിക്കലും നിനക്ക് വരില്ലെന്നേ എനിക്കിപ്പോൾ പ്രാർത്ഥനയുള്ളൂ. ഒരു മകളുടെ ജീവിതം തകർത്ത ആ വീട്ടിലേക്ക് തന്നെ 2ാമത്തെ മകളെയും അച്ഛൻ കെട്ടിച്ചയക്കാൻ നോക്കുക. നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട. ഇല്ല നിത്യേച്ചി, രവി സാറ് നല്ല ആള്, കുഴപ്പമില്ല. ഇല്ല നേഹ, നിനക്ക് അവരെ ആരെയും അറിയത്തില്ല. ആ വീട്ടിൽ താമസിച്ച് എനിക്കല്ലേ അറിയത്തുള്ളൂ അവനൊക്കെ എന്താ എങ്ങനെയാന്ന്. അവൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് താമസിച്ച ആ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാരകം. നിത്യേച്ചിക്ക് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലേ? ഇനി എന്നിലെ എന്നെ രക്ഷിക്കാനാണ് നേഹ. എനിക്ക് മരിക്കാൻ പേടിയാ. അല്ലെങ്കിൽ എൻ്റെ ഈ വൃത്തിയുടെ ശരീരം ഞാൻ പച്ചയ്ക്ക് കത്തിച്ചാണ്. എൻ്റെ അവസ്ഥ നിനക്ക് ഒരിക്കലും വരില്ല. അതേ എനിക്കിപ്പോൾ ഉള്ളു നേഹ. കൊച്ചേട്ടാ, നമുക്ക് നേഹേനെങ്കിലും രക്ഷിക്കണം. പ്രിൻസിപ്പൽ സാറേ, ഇതിനകത്ത് പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഉണ്ടല്ലോ അല്ലേ? കുട്ടികളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വളരെയധികം നിർബന്ധമാണ്. അന്നേരം ആ കുട്ടികൾക്ക് മാത്രം നമ്മളാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യും, സ്കോളർഷിപ്പ് പോലെ. പാവപ്പെട്ട ആ കുട്ടികൾക്ക് എക്സാമും എഴുതാം. ഞാൻ അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ സാറേ, ഇന്നലെ ജൂൺ സാറും വന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പോയതാണ്. ഇത്രയേ ഉള്ളൂ സാറേ. ഇതിൽ ലാസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്താൽ ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാം. ശരി സാറേ, എനിക്ക് ക്ലാസ് ഉണ്ട്, ആദ്യത്തെ അവറെ ഞാൻ നടക്കുവാണേ. ഓക്കെ, ഞാനെങ്കിൽ ഈ അവരിരുന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത അവർ ഇൻ്റർവെൽ അല്ലേ, ആ സമയത്ത് സൈൻ ചെയ്തിട്ട് പോയേക്കാം. സാർ എന്നിട്ട് ബാക്കി പരിപാടി നോക്കിക്കോ. എത്ര നേരമായിട്ട് നിന്നെ നോക്കി നിൽക്കുന്ന? ബെല്ലടിച്ചു, ദൈവമേ അറ്റൻഡൻസ് കിട്ടിയാൽ മതി. എൻ്റെ പൊന്നറിയ, ഐ എം സോ സോറി. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയിടിയ, അതാ താമസിച്ചത്. എന്തെങ്കിലും നീ വാ. ഇതാരെ നിൽക്കുന്ന? റിയ മഹലോ? എന്നാടി, നിൻ്റെ കേട്ട് കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അപ്പത്തേക്ക് നീ കോളേജിലേക്ക് വന്നോ? എന്താ നിൻ്റെ കെട്ടിയാൽ നിനക്കൊന്നും തന്നില്ലേ? നീ എൻ്റെ കൂടെ വന്ന് കിടക്ക്, നിനക്ക് കൈ നിറച്ചും പൈസ ഞാൻ തരാം. നീ എന്നെ തല്ലിയല്ലേ? എന്ത് പോക്കർത്തരാന്നൊക്കെ നീ കാണിച്ചത്? കുട്ടി കരയണ്ട, ക്ലാസ്സിൽ നിങ്ങൾ 2 പേരും പൊക്കോളൂ. ഇതിനെതിരെ ആക്ഷൻ ഞാൻ എടുപ്പിച്ചോളാം. റിയ, നീ ഇത് കരയാതെ. എൻ്റെ ഏട്ടൻ ചെയ്തത് വലിയ തെറ്റാ.
ഞാൻ നിന്റെ കാല് പിടിച്ച് സോറി ചോദിക്കുക. നീത, താൻ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാനാണെങ്കിൽ താഴെ ചേട്ടത്തിയോട് അന്വേഷിച്ചായിരുന്നു. അന്നേരം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. എന്തു പറ്റി ഇവിടെ വന്ന് നിൽക്കുന്ന? ജുണിച്ചായൻ വന്നോ? എന്താന്നറിയില്ല ചായ, ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു. എൻ്റെ നിത്യയുടെ ജീവിതം ഇങ്ങനെയായി പോയതിനെ പറ്റി ഓർത്ത് എനിക്ക് നല്ല ദുഃഖമുണ്ട്. സാരമില്ല. പിന്നെ റിയ ഇന്ന് കോളേജിൽ നിന്ന് വന്നത് വളരെ മൂഡ് ഓഫ് ആയിട്ടായിരുന്നു. എന്നു ചോദിച്ചിട്ട് പറഞ്ഞില്ല. ബൈ ചായ, എന്നാലും ഞാൻ ചായ എടുക്കാം ചായന്. റിയയ്ക്കോ? അതൊന്നും കാണത്തില്ല. 2-3 ദിവസത്തെ കല്യാണത്തിൻ്റെ തിരക്കും ഉറക്കളച്ചുള്ള നിപ്പും എല്ലാം കൂടെ ആയിട്ടായിരിക്കും. ഇനിയിപ്പം പഴയതുപോലെ ആയല്ലോ. ഇനി ബാക്കി കാര്യങ്ങൾ കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ജിമ്മിൽ മാറ്റിക്കോളും. റിയ, എന്നെ പറ്റിയിടോ? താൻ ഓക്കെ അല്ലേ? എന്ത് പറ്റി? റിയ എന്നെ എത്ര മിസ് ചെയ്തോ? റിയ, ഇതൊക്കെ തൻ്റെ പഠിത്തം കഴിഞ്ഞാൽ മതിയെന്ന് താനല്ലേ എന്നോട് പറഞ്ഞത്. എന്ത് പറ്റി റിയ? അറിയോ? ഓക്കെ? എനിക്ക് അതിപ്പം വേണം. പ്ലീസ് എന്നോട് നോ പറയരുതേ. നേഹ, ദേ ഞാൻ കുളി കഴിഞ്ഞിട്ട് വന്നു. നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? വന്ന് കിടന്നതാണല്ലോ. കുളിക്കാനും കഴിക്കാനൊന്നും വേണ്ടേ? നിന്നെ ഇവിടെ കൊച്ചിട്ട് വിളിക്കുന്നുണ്ട്. നേഹ, എഴുന്നേക്ക്. ആ ബെസ്റ്റ്, അവളെ വീണ്ടും കണ്ണടച്ചല്ലോ. എൻ്റെ പൊന്നടി നേഹ, എഴുന്നേക്ക്. നീ വരാതെ കൊച്ചിട്ടാണെങ്കിൽ ചോറ് തരത്തില്ലെന്നാണ് പറഞ്ഞത്. എൻ്റെ വയറാണെങ്കിൽ കരിഞ്ഞ്. എഴുന്നേക്കടി. എന്ത് വന്നിട്ട് പ്രശ്നം? ചുമ്മാ വഴക്ക് പിടിക്കാൻ വന്നേക്കോ. നീ ഒന്ന് പോയി, ഞാൻ കുറച്ചോണം കിടക്കട്ടെ. നേഹ, പോയി ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പാടി. കൊച്ചേട്ടാ, പിന്നെ ഞാനാണെങ്കിൽ ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ഞാനും നെഹയും കൂടെ രാവിലെ അമ്പലത്തിൽ പൊക്കോട്ടെ നാളെ. അതിനിപ്പോൾ എന്നാടി? അമ്പലത്തിലല്ലേ? പോയിട്ട് വാ. അതല്ല, ഇനി അച്ഛൻ സമ്മതിക്കാതെ. നിത്യ, നിനക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട് നിത്യ. നീ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കരുത്. പിന്നെ നീ കൂട്ടിലിട്ട് വളർത്താൻ നീ എന്താ കിളിയാണോ? അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നീ പോയിക്കോണം കേട്ടോ. രാവിലെ ഞാൻ നിന്നെ കൊണ്ടേയാക്കാം, 2 പേരെയും. എല്ലാവരോടും അച്ഛനാണെങ്കിൽ ഹാളിലേക്ക് വരാൻ പറഞ്ഞു. നേഹ, ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിൻ്റെയും രവിയുടെയും കല്യാണം നെക്സ്റ്റ് മന്ത് ഫിക്സ് ചെയ്തു. കല്യാണമോ? 1 മാസം കഴിഞ്ഞോ? അച്ഛൻ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? അവൾ കുഞ്ഞതല്ലേ അച്ഛ? ഇത് വേണ്ട അച്ഛ ഇപ്പം. നിതിൻ, നീ എന്തിനാ മുടക്കം പറയുന്നത്? എൻ്റെ ഭാര്യനെ ഞാൻ പഠിപ്പിക്കാതിരിക്കുമോ? ഞാൻ അവളുടെ പ്രൊഫസറല്ലേ. നിതിൻ, ഈ കാര്യത്തിൽ നീ അഭിപ്രായം പറയണ്ട. നേഹ, വന്ന് ഈ റിങ് അവൻ്റെ കയ്യിലിട്ട് കൊടുക്കുക. ഇതെന്തുവാ പെട്ടെന്ന് സംഭവിച്ചത്? എന്താ എൻ്റെ കമ്പനിയുടെ ഷെയർസ് ഡൗൺ ആകുന്നത്? റിച്ചാർഡ്, നീ അത് മൊത്തം കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. അല്ലെങ്കിൽ ഇനിത്തെ ആരെന്ന് നീ അറിയും. ഇന്നലെ നീ എൻ്റെ അനിയത്തിയോട് അത് തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് മൊത്തം കഴിച്ചോണം കേട്ടോ. എൻ്റെ ഏട്ടത്തി, ഞാൻ കഴിച്ചോളാവേ. ചേച്ചിയും അനിയത്തിയും കൂടെ പ്രതികാരം വീട്ടിയതാണ്. എരിഞ്ഞിട്ട് മേലല്ലോ. നീത, നീ രാവിലെ തുടങ്ങി അവനുമായിട്ടുള്ള യുദ്ധം. എനിക്ക് കഴിക്കാനുള്ള എടുത്ത് വെക്ക്. ഇന്ന് കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്.
ഞാൻ ആരുടെ യുദ്ധമൊന്നും ഉണ്ടാക്കില്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരം, അതുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. ഇന്നലെയാണെങ്കിൽ ട്രീസിൽ വന്നു, അവളും ഒന്നും കഴിക്കാതെ രാവിലെ പോയിട്ടുണ്ട്. പ്രിയ അതുപോലെ തന്നെ. ഇവരെന്താടി അറിയാ നിന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ ഇനി നേഹയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, അവൾ വരാൻ ലേറ്റ് ആവും. പോയി ക്ലാസ്സിൽ കയറി കേട്ടോ, ഞാനും പോവാം. നീ ചെന്നോ, ഞാനും കയറുക. ശരിയെന്നെങ്കിൽ നിൻ്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ട്. രാത്രി എന്താ പരിപാടി? ഞാൻ എന്തായാലും കയറുക, ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്തെ കാണാം. അപ്പം ബായ്. റിയ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഒറ്റയ്ക്കേ ഉള്ളോ? നീ ആ വീഡിയോ കണ്ടോ? എല്ലാവരും പറയുന്നത് നീയും നകുലും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാ. എന്നിട്ടാണ് നീ ജിമിൻ സാറിനെ കിട്ടിയതെന്ന്. വാട്ട്? വീഡിയോയോ? ഇല്ല, ഞാൻ പോവാ വീട്ടിൽ. ഞാൻ ഇന്നലെ കോളേജിൽ പോയിട്ട് സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പേപ്പേഴ്സ്. അന്നേരം നമുക്ക് അവർക്ക് സ്കോളർഷിപ്പ് സാങ്ഷൻ ചെയ്ത് വിട്ടേക്കാം. പിന്നെ വേറെ എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിപ്പം നിങ്ങൾ പറയണം കേട്ടോ. റിച്ചാർഡ്, ഓൾ ഓഫ് യു മേ ലീവ്. മീറ്റിങ്ങിന് നേരം പിന്നെ അറിയിക്കാം, എല്ലാവരും അറിയിപ്പൊക്കെ. എടാ റിച്ചാർഡ്, നീ ആ വീഡിയോ കണ്ടോ? എന്ത് വീഡിയോ? എന്തിൻ്റെ കാര്യം ഏച്ചാ നീ പറയുന്നത്? റയാൻ, ഇപ്പം എന്നെ ജീന വിളിച്ചിരുന്നു. നമ്മുടെ റിയ ആണെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചെന്ന ഒരു ഹോസ്പിറ്റലാണ്. റിച്ചാർഡ്, ആ നകുലിനെ വെറുതെ വിടില്ല, അവനെ എനിക്ക് വേണം. നീത, അവൾക്ക് പ്രശ്നമൊന്നുമില്ല, ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. പിന്നെ സഡേഷൻ കാരണം കുറച്ച് മയക്കത്തിലാണ്. തലയിൽ സ്റ്റിച്ചിൻ്റെ ഒരു പെയിൻ കാണും, വേറെ കുഴപ്പമൊന്നുമില്ല. ഉണർന്നു കഴിയുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. താങ്ക് യു. സമാധാനമായി. നകുൽ ഇതിനനുഭവിക്കും ഏട്ടത്തി. ഏട്ടത്തി, നിങ്ങൾ പോക്കോ, ഇനി ഞാനിപ്പോൾ അവിടെ ഉണ്ടല്ലോ. പിന്നെ ഇച്ചായനെ ഇപ്പം വരും കൊണ്ടുവരാൻ. റയനിച്ചയം വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ചെല്ലുന്നെങ്കിൽ കഴിച്ചില്ലല്ലോ ഒന്നും. വലിയുടെ നിയമാരൊക്കെ ചെയ്യുന്ന ഈ പോകൃതത്തിനെ കൂട്ടി നിൽക്കുവാണോ? ആ പെൺകൊച്ചിന് ജീവിതം 2 ദിവസമായി പെൺകൊച്ചിനെ കെട്ടിച്ചിട്ട്. ഇവനെയൊക്കെ പേടിച്ചിട്ടില്ല അതിന് നേരത്തെ കെട്ടിച്ചത്. നകുൽ, നിതിൻ, നീ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കട്ടെ. ഞാനിതൊന്നും അറിഞ്ഞില്ല. പിന്നെ നടന്ന് നകുലിൻ്റെ കാര്യത്തിലാണ് എങ്ങനെ അവന്മാരിൽ നിന്ന് രക്ഷിക്കുന്നുള്ള തീരുമാനം എടുക്കേണ്ടത്. തന്നെ അങ്ങ് ഇവനെ രക്ഷിച്ചാൽ മതി. ഈ കാര്യത്തിൽ എന്നെ കൂട്ടുപിടിക്കാൻ നിൽക്കേണ്ട. ഇത്തരം കാണിച്ചതും പോരാഞ്ഞിട്ട്. ഡാ നകുൽ, ഇറങ്ങി പോടച്ചിട്ട്. നീ എവിടെ കയറി ഇരിക്കുവാടാ? ഇവിടെ നീ ഉണ്ടായിരുന്നു. നീ എത്ര ധൈര്യം ഉണ്ടായിട്ട് എൻ്റെ പെങ്ങളോട് നീ അങ്ങനെ പെരുമാറിയത്? റിച്ചാർഡ്, ഞാൻ നകുലിന് വേണ്ടി ക്ഷമ ചോദിക്കുന്നു. നീ വീട്ടിൽ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്. വാ, നമുക്കിരുന്ന് സംസാരിക്കാം പ്ലീസ്. ക്ഷമയും ചോദിക്കട്ട പുല്ല നീ. ഞാൻ ഇവിടെ നിൻ്റെ സൽക്കാരം സ്വീകരിച്ചിരുന്ന് നിൻ്റെ പെങ്ങളെ കെട്ടാൻ വന്നതല്ല. കിടന്ന് ചലിക്കാണ്ട് ഇറങ്ങി തന്തയില്ലാത്തവനെ എൻ്റെ വീട്ടിൽ നിന്ന്. എന്താടാ പന്നി നീ പറഞ്ഞത്? തന്തയില്ലാത്തതെന്നോ? തന്തയില്ലാത്ത തരം കാണിക്കുന്നത് നീയാ. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടാക്കിയത് നീയാ. ഞാനൊരു കാര്യം തീരുമാനിച്ച്. എൻ്റെ പെങ്ങൾ അനുഭവിച്ച വേദന നീ അനുഭവിക്കണം. നിന്നെ ഞാനിപ്പോൾ വിട്ടേക്കുക. എനിക്ക് തോന്നി നീ ടീച്ചി അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ഈ കുളപ്പടവില്ല വന്ന് നിൽക്കാനാ ചാൻസ് എന്ന്. വാ, നമുക്കകത്ത് പോയി തൊഴുതിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കാം. കൊച്ചേട്ടനാണെങ്കിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, പോവാന്ന് പറഞ്ഞിട്ട് പോയി. എൻ്റെ മുഖപ്പിലൊരു മെസ്സേജ് ഇട്ടായിരുന്നു. എന്തായാലും വാ, നമുക്ക് നട അടയ്ക്കുന്നതിന് മുമ്പ് പോയി തൊഴുതിട്ട് വരാം. വേഗം നടക്കുക. എൻ്റെ മഹാദേവ, എല്ലാവർക്കും നല്ലത് വരണേ, നല്ലത് മാത്രം ജീവിതത്തിൽ നടക്കണേ.
അയ്യോ അയ്യാത്ത അഭിമാനം പറന്ന് പോയല്ലോ. പോയി പറയടി അവനോട് നസ്രാണി ചെക്കനെ നിന്നെ കിട്ടിയെന്ന്. ഛേ, ഇയാളൊക്കെ ആരെ ക്ഷേത്രത്തിനകത്ത് കയറിയത്? ഇറങ്ങി പോടാ ഇവിടുന്നത്. കിടന്ന് ചിലക്കാതെടാ. ദൈവം മനുഷ്യൻ്റെയാ, അല്ലാതെ ഇന്ന മതത്തിലുള്ളവർക്ക് മാത്രം അല്ല. ഞാൻ പോയേക്കുവാ, വാടി ഇറങ്ങി. റിച്ചാർഡ്, നീ ഇത് എന്ത് തോന്നിയവസ്ഥ കാണിക്കുന്നത്? നീയുടെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. ഇതത്ര തമാശയല്ല കേട്ടോ. അപ്പം നിൻ്റെയൊക്കെ ആങ്ങള എൻ്റെ അനിയത്തിയുടെ ജീവിതം വെച്ച് കളിക്കുന്നതോ? അതിനും കുഴപ്പമില്ലല്ലോ. ഇങ്ങോട്ട് നടക്കൂ. എന്തിനാ ദ്രോഹിക്കുന്ന? വെറുതെ വിട്ടൂടെ? ദ്രോഹം ആയിട്ടില്ലല്ലോ, ദ്രോഹിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. നീ അങ്ങോട്ട് ഇറങ്ങ്, സർപ്രൈസ്. സാർ, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാർ, എപ്പോഴാണ് നിങ്ങളുടെ പ്രണയം? എന്താണ് പെട്ടെന്ന് കല്യാണം കഴിക്കാനുള്ള കാരണം? നിൽക്കെ ഇങ്ങനെ ധൃതി വെക്കാതെ ഞാൻ എല്ലാത്തിനും ഉത്തരം തരാം. പിന്നെ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞങ്ങൾ തമ്മിൽ കുറേ നാളുകളായി പ്രണയത്തിലായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം കാണാതെ ഇരിക്കാൻ പോലും മേല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കള്ളം പറഞ്ഞ് ഇവൾ എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നത് ഇവളുടെ വീട്ടിലറിഞ്ഞു. ഇവളുടെ അച്ഛനോട് പറഞ്ഞപ്പം അച്ഛനാണെങ്കിൽ അതിനോട് താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കല്യാണം നടത്താനുള്ള കാരണം ഒരു ജൂനിയർ നേഹ വരവരിയിച്ചു.